കേരളം ആര് ഭരിക്കും എന്നറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനാധിപത്യത്തിന്റെ ഉത്സവമായ വോട്ടെടുപ്പിന് ശേഷം രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് UDF ക്യാമ്പിലേക്കാണ്. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ച പോളിംഗ് ബൂത്തുകളിൽ നിന്ന് UDFന് അനുകൂലമായ കാറ്റ് വീശുന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രവർത്തകർ. എന്നാൽ ഈ വിജയ പ്രതീക്ഷകൾക്കിടയിൽ കേൾക്കുന്ന ചില അസ്വാരസ്യങ്ങളെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഭരണമാറ്റം ഉറപ്പെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും പെട്ടി പൊട്ടിക്കുന്നതിന് മുൻപേ കസേരയ്ക്കായി കടിപിടി കൂടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസത്തിന് ഇട നൽകുന്ന രീതിയിൽ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നീക്കങ്ങൾ നിർഭാഗ്യകരമാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിൽ ആര് നയിക്കണം എന്നത് തീരുമാനിക്കാൻ പാർട്ടിക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അപ്പുറം MLA-മാരെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള ചാക്കിട്ടുപിടുത്തങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന വാർത്തകൾ കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. UDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി ലീഗിന്റെ പിന്തുണ ആർക്കാണോ അവർക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് മുൻതൂക്കം ലഭിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനായി ലീഗ് നേതൃത്വത്തെ സ്വാധീനിക്കാൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പടയോട്ടം നടക്കുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും കൃത്യമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് മുൻപേ ഇത്തരം കസേരകളികൾ പാടില്ല എന്ന രാഹുലിന്റെ നിർദ്ദേശം ലംഘിക്കപ്പെടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും ഖേദകരമായ സംഗതി നേതാക്കളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ PR ഏജൻസികൾ നടത്തുന്ന ഇടപെടലുകളാണ്. കൊച്ചിയിൽ VD സതീശനെതിരെ ഉയർന്ന ഫ്ലക്സ് ബോർഡുകൾ ഇതിന്റെ തെളിവാണ്. PR കുമാരൻ എന്ന് VD സതീശനെ പരിഹസിച്ചും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും പ്രത്യക്ഷപ്പെട്ട ബോർഡുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും VD സതീശൻ നടത്തിയ പോരാട്ടങ്ങൾ നമുക്ക് വിസ്മരിക്കാനാവില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തും പാർട്ടിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവരെ പരസ്പരം ചെളിവാരി എറിയിക്കാൻ PR ഏജൻസികളെ അനുവദിക്കുന്നത് ശത്രുക്കൾക്ക് ആയുധം നൽകുന്നതിന് തുല്യമാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയ കടുത്ത നിർദ്ദേശങ്ങൾ പോലും വകവയ്ക്കാതെ നേതാക്കൾ മുന്നോട്ടു പോകുന്നത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഫലം വരുന്നതിന് മുൻപേ അധികാരം പങ്കിടുന്ന ഈ രീതി മറ്റൊരു സംസ്ഥാനത്തും കാണാത്തതാണ് എന്ന് രാഹുൽ ഗാന്ധി അമർഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും ഡൽഹിയിൽ നിന്ന് വ്യക്തമായ സന്ദേശം വന്നിട്ടുണ്ട്. ദീപാദാസ് മുൻഷി മുഖേന നൽകിയ ഈ താക്കീത് അവഗണിച്ചാൽ കടുത്ത അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഘടകകക്ഷികളായ കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗവും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ തങ്ങളുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വിജയസാധ്യതയെ തുരങ്കം വയ്ക്കുന്ന ഇത്തരം ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് അവർ ഭയപ്പെടുന്നുമുണ്ട്. UDF വിജയിച്ചാൽ അതൊരു വ്യക്തിയുടെ മാത്രം നേട്ടമല്ല, മറിച്ച് ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ വിജയമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം ഹൈക്കമാൻഡിനും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കും വിട്ടുകൊടുക്കാനുള്ള പക്വത നേതാക്കളുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ഈ അധികാര വടംവലിക്ക് അറുതി വരുമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണത്തിന് UDF നേതൃത്വം നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.